നിങ്ങളൊരു ഹോട്ടലിൽ റൂം എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു ഷോപ്പിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങുന്നു. അപ്പോൾ അവിടെയുള്ള ആൾ പറയുന്നു, നിങ്ങൾ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഒന്നും ചെയ്യേണ്ട, ക്യാഷ് ആയിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മളൊന്ന് മടിച്ചു നിൽക്കും. അപ്പോൾ അയാൾ പറയും, ക്യാഷ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ഡിസ്കൗണ്ട് തരാം, പക്ഷേ നിങ്ങൾ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ കാർഡോ വെച്ച് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല, GSTയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും? നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നില്ല, എങ്കിൽ പിന്നെ ക്യാഷ് ആയിട്ട് ചെയ്തേക്കാം. അങ്ങനെ നിങ്ങൾ ക്യാഷ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നു. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ കള്ളപ്പണം ഉണ്ടാക്കാൻ കൂട്ടു നിൽക്കുകയാണ്. എന്താണ് ഈ കള്ളപ്പണം? എന്താണ് കള്ളപ്പണം വെളുപ്പിക്കൽ? ഇത് സാധാരണക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പിശുക്ക്. എന്താണ് ബ്ലാക്ക് മണി അല്ലെങ്കിൽ കള്ളപ്പണം? ബ്ലാക്ക് മണി എന്ന പേരിനേക്കാളും ഇതിന് ചേരുന്ന പേര് കള്ളപ്പണം എന്ന് തന്നെയാണ്. കള്ളപ്പണം എന്ന് പറഞ്ഞാൽ കള്ളത്തരം കൊണ്ടുണ്ടാക്കിയ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാത്ത പണമാണ് കള്ളപ്പണം. അതായത് ഈ തുക നിലനിൽക്കുന്നുണ്ട്, ഈ എക്കണോമിയിൽ ഉണ്ട് എന്നുള്ളതിന് യാതൊരു തെളിവും ഉണ്ടായിരിക്കില്ല, ഇത് റെക്കോർഡഡ് ആയിരിക്കില്ല, അക്കൗണ്ടഡ് ആയിരിക്കില്ല, പക്ഷേ ഈ പണം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതാണ് ഈ പറയുന്ന കള്ളപ്പണം അല്ലെങ്കിൽ ബ്ലാക്ക് മണി. എങ്ങനെയാണ് കള്ളപ്പണം ഉണ്ടാകുന്നത്? കള്ളപ്പണം പല രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. ഒന്നാമതായിട്ട് വരുമാനം കുറച്ച് കാണിക്കുമ്പോൾ, അതായത് ഇൻകം ടാക്സ് കുറയ്ക്കണമെങ്കിൽ ഇൻകം കുറയണം. അപ്പോൾ വരുമാനം ഉണ്ടെങ്കിലും അത് കുറവാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത്രയും തുകയ്ക്കുള്ള ടാക്സ് അടച്ചാൽ മതി. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒന്നാമതായിട്ട് കള്ളപ്പണം ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് ഒരു ബിസിനസ്സുകാരൻ, അയാൾക്ക് ഒരു വർഷം 10 ലക്ഷം രൂപ ലാഭം കിട്ടി. അപ്പോൾ ഈ 10 ലക്ഷം രൂപയ്ക്ക് അയാൾ ഇൻകം ടാക്സ് അടയ്ക്കണം. പക്ഷേ ഇയാൾ കണക്കിൽ കാണിക്കുന്നത് എനിക്ക് 5 ലക്ഷം രൂപയെ ലാഭമുള്ളൂ എന്നാണ്. സോ ഈ 5 ലക്ഷത്തിന് മാത്രം അയാൾ ടാക്സ് അടച്ചാൽ മതി. സോ ഈ ബാക്കി വരുന്ന 5 ലക്ഷം രൂപയാണ് ഇവിടുത്തെ ബ്ലാക്ക് മണി. ഇത് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇൻകം ടാക്സ് കൊടുക്കേണ്ട സ്ഥലത്ത് ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇത്രയും കിട്ടിയിട്ടുണ്ടെന്ന്. സോ ഈ കാശ് ഇയാളുടെ കയ്യിൽ ഉണ്ടെന്നുള്ളതിന് തെളിവില്ല. സോ അവിടെ ഒരു 5 ലക്ഷം രൂപയുടെ ബ്ലാക്ക് മണി ഉണ്ടാക്കപ്പെട്ടു. ഇനി മറ്റൊന്നാണ് കൈക്കൂലി. ആൾക്കാർ കൈക്കൂലി വാങ്ങുന്നു. ഇപ്പോൾ ശമ്പളമൊക്കെ അക്കൗണ്ടിലേക്കാണ് മേടിക്കുക. കൈക്കൂലി വാങ്ങുന്നത് അയാൾക്ക് റെഗുലറായിട്ട് വാങ്ങാവുന്നൊരു കാര്യമല്ല, നിയമപരമായിട്ട് വാങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ ഇയാൾക്ക് കൈക്കൂലി വാങ്ങണം. അപ്പോൾ അത് ക്യാഷ് ആയിട്ട് അയാൾ സ്വീകരിക്കും. സോ ആ എക്സ്ട്രാ കിട്ടുന്നത് ഇയാളുടെ വരുമാനമായിട്ട് അയാൾക്ക് എവിടെയും കാണിക്കാൻ പറ്റില്ല. ഇത് എങ്ങനെ വന്നു, ഇതിൻ്റെ സോഴ്സ് വെച്ച് കഴിഞ്ഞാൽ അയാൾ അകത്താവും. സോ ഇതിൻ്റെ സോഴ്സ് പുറത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇയാളുടെ കയ്യിലിരിക്കുന്ന ആ പണം കള്ളപ്പണമായിട്ട് മാറി. ഇനി മറ്റൊന്ന് ഇല്ലീഗൽ ഡീലിങ്സിലൂടെയാണ്. അതായത് ഡ്രഗ്സോ ആയുധങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യയിലിപ്പോൾ ഇല്ലീഗലായ എന്തും അത് വിറ്റ് കിട്ടുന്ന പണം ഒരു തരത്തിലും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇതിൻ്റെ സോഴ്സും നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു കച്ചവടത്തിലൂടെ ഇല്ലീഗലായിട്ട് ഉണ്ടാക്കുന്ന പണം ബ്ലാക്ക് മണി ആയിട്ട് മാറുന്നു. ഇനി അടുത്തത് റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങളാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ പരിപാടിയാണ്. അതായത് ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടക്കുമ്പോൾ യഥാർത്ഥ വില കാണിക്കുകയാണെങ്കിൽ ആ തുകയ്ക്കുള്ള മുദ്രപത്രം വാങ്ങണം, അത്രയും തുക എക്സ്ട്രാ ചിലവാകും. ഉദാഹരണത്തിന് ഒരു 15 ലക്ഷത്തിനാണ് ശരിക്കും കച്ചവടം നടക്കുന്നത്, പക്ഷേ 10 ലക്ഷത്തിനായിരിക്കും ഈ ഒരു മുദ്രപത്രം എഴുതുന്നത്. 10 ലക്ഷമേ വില കാണിക്കുള്ളൂ. സോ ഈ ബാക്കി വരുന്ന 5 ലക്ഷം അവിടെ ബ്ലാക്ക് മണി ആയിട്ട് മാറി. സോ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ബ്ലാക്ക് മണി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് മണി ഉള്ളവർ ഈ കാശ് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇയാൾ കുറേ കാശ് ഉണ്ടാക്കി, ഒരു 1 കോടി രൂപ ഉണ്ടാക്കി. ഇത് ബ്ലാക്ക് മണിയാണ്. ഇത് കയ്യിലിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇത് ചിലവാക്കാൻ പറ്റിയാലല്ലേ ജീവിത നിലവാരം വർദ്ധിക്കുകയുള്ളൂ, അയാൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുള്ളൂ. പക്ഷേ ഇങ്ങനെ പണമുള്ളത് നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഇത് നേരെ എടുത്ത് ചിലവാക്കി കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യം വരും. സോ ഇങ്ങനെ കയ്യിൽ പണമുള്ള ആൾക്കാർ ഇതിനെ എങ്ങനെ ലീഗൽ മണിയാക്കി മാറ്റും? ഇതിനെയാണ് മണി ലോണ്ടറിങ് അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറയുന്നത്. ലോണ്ടറി എന്ന് പറഞ്ഞാൽ തുണി അലക്കലാണ്. തുണി അലക്കുമ്പോൾ തുണി വെളുക്കും. മണി ലോണ്ടറിങ് എന്ന് പറയുമ്പോൾ ഇവിടെ കള്ളപ്പണം വെളുക്കും. ഇതാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില കള്ളപ്പണം വെളുപ്പിക്കൽ പരിപാടികളുണ്ട്. അത് ഒന്നാമത് നടക്കുന്നത് റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങളാണ്. നേരത്തെ ഞാൻ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടക്കുമ്പോൾ ബ്ലാക്ക് മണി കയ്യിലോട്ട് വരുന്ന കാര്യമാണ്. ഇപ്പോൾ ആ ബ്ലാക്ക് മണീനെ വെളുപ്പിക്കണം. അതിനായിട്ട് ചെയ്യുന്നത് ചില ബിൽഡേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ ഫ്ലാറ്റ് വാങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഒരു 40 ലക്ഷം രൂപയുടെ ഫ്ലാറ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർ പറയും, ഞാനൊരു 30 ലക്ഷം ലോൺ എടുത്ത് എമൗണ്ട് ആയിട്ട് തരാം, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നുള്ള പ്രോപ്പർ അക്കൗണ്ട് വഴി ഞാനൊരു 30 ലക്ഷം തരാം, ബാക്കി 10 ഞാൻ ബ്ലാക്ക് മണി തരാം. ഈ ബിൽഡർ നോക്കുമ്പോൾ ഇവർക്ക് പല സ്ഥലത്തും കാശായിട്ട് ചിലവാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവരെ എല്ലാ സൈറ്റിലും പണി നടക്കുന്നുണ്ട്. ഈ പണിക്കാർക്കൊക്കെ ശമ്പളം കൊടുക്കണം. ഇത് അക്കൗണ്ട് ത്രൂ ഇട്ട് കൊടുക്കണമെന്നില്ല, ഇത് അവർക്ക് കാശായിട്ട് കൊടുക്കാം. അതേപോലെ ചില സ്ഥലത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന സമയത്തും ഇവർക്ക് കാശായിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ അങ്ങനെ ഈ കാശായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇവർക്ക് ബ്ലാക്ക് മണി സ്വീകരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങളിലൊക്കെ മുഴുവൻ എമൗണ്ടും ലീഗലായിട്ട് കൊടുക്കാതെ കുറച്ച് എമൗണ്ട് ബ്ലാക്ക് ആയിട്ട് കൊടുക്കും. പിന്നെ അവരത് പല ആൾക്കാർക്കായിട്ട് കൊടുത്ത് അവരുടെ കയ്യിലുള്ള ബ്ലാക്ക് മണി ഒഴിവാക്കി വിടും. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യം ലോട്ടറി ത്രൂ ആണ്. ഇപ്പോൾ ഒരാൾക്കൊരു 25 കോടിയുടെ ലോട്ടറി അടിച്ചു. പക്ഷെ അങ്ങനെ ലോട്ടറി അടിച്ചാൽ എത്ര രൂപ കൈ കിട്ടും എന്നുള്ളത് നമ്മളൊരു വിശദമായൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ.
അപ്പോൾ അത്രയും കാശ് പോയിട്ട് ബാക്കി കാശേ കൈ കിട്ടുള്ളൂ. പക്ഷേ ഈ ലോട്ടറി അടിച്ച ആളെ ഈ ബ്ലാക്ക് മണി ഉള്ള ആൾ ചെന്ന് കാണുന്നു. എന്നിട്ട് ഈ 25 കോടി അയാൾ ക്യാഷായിട്ട് ഇയാൾക്ക് കൊടുക്കുന്നു. അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് പിടിച്ചിട്ട് ഒരു 22 കോടിയോ 23 കോടിയോ ഇയാൾക്ക് ക്യാഷായിട്ട് കൊടുത്തിട്ട് ആ ടിക്കറ്റ് വാങ്ങുന്നു. എന്നിട്ട് ഇയാൾ ചെന്നിട്ട് ഈ ടിക്കറ്റ് എൻ്റെ ആണ് എന്ന് പറഞ്ഞ് ഈ ബ്ലാക്ക് മണി കയ്യിലുണ്ടായിരുന്ന ആൾ എൻ്റെ ടിക്കറ്റാന്ന് പറഞ്ഞിട്ട് അത് മാറുന്നു. ഇതിലെ ടാക്സ് എല്ലാം പിടിച്ച് ബാക്കി കാശ് അയാളുടെ കിട്ടുന്നു. അപ്പോൾ ഇയാൾക്ക് 25 കോടി കിട്ടുന്നില്ല, ഇയാൾക്കൊരു 15 കോടി കിട്ടുന്നുണ്ടാവുള്ളൂ. പക്ഷെ അത് മതി. കാരണം നേരത്തെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന 25 കോടിയും ഒന്നും ചെയ്യാൻ പറ്റാത്ത എമൗണ്ടാണ്, അത് പുറത്തിറക്കാൻ പറ്റാത്ത എമൗണ്ടാണ്. ഇപ്പോൾ അതിലെ 15 കോടി അയാൾക്ക് ലീഗലായിട്ട് കയ്യിലോട്ട് കിട്ടി. ഇനി അത് അയാൾക്ക് ലീഗലായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഈ പരിപാടി കേട്ടിട്ടുള്ളത് യൂസ്ഡ് കാർ മാർക്കറ്റിലാണ്. അതായത് സാധാരണ ചെറിയ യൂസ്ഡ് കാറുകളല്ല, ലക്ഷറി കാറുകളൊക്കെ വാങ്ങുമ്പോൾ 10 ലക്ഷം രൂപയ്ക്കായിരിക്കും ഈ കാറ് പുറത്ത് പറയുന്നത് ഞാൻ 10 ലക്ഷത്തിന് വാങ്ങിയതായിരിക്കും. പക്ഷെ ശരിക്കും ഇതൊരു 20 ലക്ഷത്തിന് വാങ്ങിയതായിരിക്കും. ഈ 20 ലക്ഷത്തിൽ 10 ലക്ഷം ഇവർ എക്സ്ട്രാ ബ്ലാക്ക് മണി കൊടുത്തിട്ടായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. ഈ യൂസ്ഡ് കാറുകളുടെ ഈ ലക്ഷറി യൂസ്ഡ് കാറിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ഇത് വേറെ സ്ഥലത്തു നിന്നാണല്ലോ വാങ്ങുന്നത്. ആ വാങ്ങുന്നിടത്ത് അവർ ഇതേപോലെ ബ്ലാക്ക് മണി കൊടുത്തിട്ടായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും അവർക്ക് ഒരു 5 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 10 ലക്ഷം രൂപയ്ക്ക് ഈ കാറ് കിട്ടിയെന്ന് വരിക. അവരതിൽ 5 ലക്ഷം ക്യാഷ് ആയിട്ട് കൊടുക്കും, ബാക്കി 5 ലക്ഷം പ്രോപ്പർ അക്കൗണ്ടിൽ ത്രൂ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ കൊടുത്ത കാശ് ബ്ലാക്ക് മണി ആയിരിക്കും. അപ്പോൾ അവർക്കും ഇത് പല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യൂസ്ഡ് സാധനങ്ങൾക്ക് ഒരു MRP ഇല്ലല്ലോ. അപ്പോൾ ഒരു പുതിയ കാറ് ഷോറൂമിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത്ര രൂപ ആവും എന്നുള്ളത് നമുക്കറിയാം. അത്രയും കൊടുക്കാതെ അത് കിട്ടില്ല എന്ന് നമുക്കറിയാം. പിന്നെ ഷോറൂമിലൊക്കെ ക്യാഷ് ഡെപ്പോസിറ്റ് എടുക്കുന്ന 2 ലക്ഷം രൂപയിൽ കൂടുതലൊന്നും ഒരു പർച്ചേസിന് വേണ്ടി ക്യാഷ് ഡെപ്പോസിറ്റ് എടുക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി തുക എന്തായാലും അക്കൗണ്ട് ത്രൂ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ സോഴ്സ് കാണിക്കേണ്ടി വരും. പക്ഷേ യൂസ്ഡ് ആയിട്ട് വാങ്ങുമ്പോൾ നമ്മൾ പറയുന്നതാണ് വില. ഈ വാങ്ങിയ ആൾ പുറത്ത് പറയുന്നത് ഞാനത് 10 ലക്ഷത്തിന് വാങ്ങിയതായിരിക്കും. പക്ഷേ ശരിക്കും ആൾ 20 ലക്ഷം കൊടുത്തിട്ടായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. ബാക്കി ഈ ഒരു ബ്ലാക്ക് മണി ആയിരിക്കും. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് വില പറയാൻ പറ്റാത്ത ഈ ലക്ഷറി ഐറ്റംസ്, പ്രത്യേകിച്ച് അതിൻ്റെ യൂസ്ഡ് ആയിട്ടുള്ള ലക്ഷറി ഐറ്റംസിനൊക്കെ ബ്ലാക്ക് മണി ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇവരുടെ കയ്യിലുള്ള ബ്ലാക്ക് മണി ഇറക്കി വിട്ടിട്ട് മൂല്യമുള്ള സാധനങ്ങൾ അവർക്ക് വാങ്ങാൻ പറ്റും. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ അറിവിലെ ആൾക്കാർ ബ്ലാക്ക് മണി ഉപയോഗിച്ച് പർച്ചേസുകൾ നടത്തുന്നതും അതിനെ വെളുപ്പിക്കലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇൻ്റർനാഷണലി ഈ മണി ലോണ്ടറിങ് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടല്ല ചെയ്യുക. ഇത് ശരിക്കും ചെയ്യുന്ന ഒരു 3 സ്റ്റെപ്പുകളിലൂടെയാണ്. ഈ 3 സ്റ്റെപ്പുകളിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഇനീഷ്യൽ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നൊരു സ്റ്റെപ്പാണ്. അതായത് ഈ കയ്യിലിരിക്കുന്ന ബ്ലാക്ക് മണിയെ എക്കണോമിയിലേക്ക് ഇറക്കണം. അതിനായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഒരു ബിസിനസ് തുടങ്ങും. എന്നിട്ട് ഇവിടെ നിന്നും കിട്ടുന്ന വരുമാനം കൂടുതലായിട്ട് കാണിക്കും. ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയാണ് ശരിക്കുള്ള വരുമാനമെങ്കിൽ അവർ പറയുന്നത് എനിക്ക് 20 ലക്ഷം രൂപയുടെ വരുമാനം ഉണ്ടെന്ന്. അപ്പോൾ ഇവരുടെ വരുമാനം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ ഇതിൽ 10 ലക്ഷം കിട്ടിയിട്ടുള്ളൂ 20 കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ ഇവർ തുടങ്ങുന്ന ബിസിനസ് കാശായിട്ട് വരുമാനം കിട്ടുന്ന ബിസിനസ്സുകളായിരിക്കും. ഇപ്പോൾ ഒരു ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, തുണിക്കട അല്ലെങ്കിൽ ജ്വല്ലറി, അങ്ങനെ കാശായിട്ടും കൂടെ ആൾക്കാരെ നിന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയിരിക്കും ഇത്തരത്തിൽ ബ്ലാക്ക് മണി മാറ്റേണ്ട ആൾക്കാർ തുടങ്ങുക. എന്നിട്ട് അവിടെ നിന്ന് അക്കൗണ്ട് ത്രൂ വരുന്ന ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അതിന് പുറമെ ബാക്കിയൊക്കെ ഞങ്ങൾക്ക് ക്യാഷായിട്ട് വന്ന വരുമാനമാണെന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം ശരിക്കും കിട്ടിയ വരുമാനം, 10 ലക്ഷം ബ്ലാക്ക് മണി, രണ്ടും ചേർത്ത് 20 ലക്ഷം എനിക്ക് ഈ വർഷം കളക്ഷൻ കിട്ടിയെന്ന് പറയുന്നു. ഇങ്ങനെയാണ് ഈ സിസ്റ്റത്തിലേക്ക് ബ്ലാക്ക് മണി ഇറക്കുന്നതിൻ്റെ ഒരു വഴി. രണ്ടാമത്തെ ഒരു പരിപാടി സ്മർഫിംഗ് എന്ന് പറയും. അവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്കറിയാം ഒരു ദിവസം നമുക്കൊരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാവുന്ന മാക്സിമം ക്യാഷ് എന്ന് പറയുന്നത് 50,000 രൂപയാണ്. അതിൽ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ പാൻ കാർഡ് കൊടുക്കണം. അങ്ങനെ ഒരു 10 അക്കൗണ്ടിലേക്ക് 50,000 വെച്ച് ഇടാൻ പറ്റി കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലേ. അങ്ങനെ ഒരു 100 അക്കൗണ്ടിലേക്ക് ഈ 50,000 വെച്ച് ഇടാൻ പറ്റി കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലേ. ഈ രീതിയിൽ പല ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലേക്ക് അവിടുത്തെ ഒരു ലിമിറ്റ്, പാൻ കാർഡോ അല്ലെങ്കിൽ സോഴ്സോ കാണിക്കേണ്ട ലിമിറ്റിന് താഴെയുള്ളൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടും ഈ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് നമ്മുടെ എക്കോണമിയിലേക്ക് ഈ പണത്തിനെ കൊണ്ടുവരും. ഇതാണ് പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞ പരിപാടി. അങ്ങനെ പ്ലേസ് ചെയ്തു, എക്കണോമിയിലേക്ക് എത്തി. പക്ഷേ ഇനി ഇവിടുന്ന് നേരെ ചെന്നിട്ട് നമ്മൾ ഈ പൈസ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ സോഴ്സ് പെട്ടെന്ന് പിടിക്കപ്പെടും. ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. സോ ഇവിടെ അവർ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം ലെയറിങ് എന്ന് പറയുന്നതാണ്. അതായത് ഈ പണത്തിനെ പല 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 ലെയറുകളിലൂടെ കടത്തിവിടും. അങ്ങനെ അവസാനം ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് മനസ്സിലാവാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. ഈ ലെയറിങ് ഒന്നാമത് ചെയ്യുന്ന ബാങ്ക് ട്രാൻസാക്ഷനിൽ കൂടെ തന്നെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ചെറിയ എമൗണ്ടുകളായിട്ട് പല ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടും. പക്ഷേ അത് അവിടെ തന്നെ ഇടുന്ന പ്രശ്നമാണ്. പിന്നെ അവിടെ നിന്ന് അടുത്ത അക്കൗണ്ടിലേക്ക് ഇതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകും. പിന്നെ ചിലപ്പോൾ ഇത് രാജ്യങ്ങളും കടത്തും. അതായത് ഇന്ത്യയിലൊരു അക്കൗണ്ടിൽ നിന്ന് ദുബായിലേക്ക് അയക്കുന്നു, അവിടെ നിന്ന് വേറൊരു രാജ്യത്തേക്ക് അയക്കുന്നു. അങ്ങനെ രാജ്യങ്ങൾ കടത്തി ഈ ഒരു പേയ്മെൻറ്റ് കടത്തി പോവുകയാണെങ്കിൽ ഇത് എവിടെ നിന്നാണ് തുടങ്ങിയെന്നുള്ളത് ആ രാജ്യത്തിൽ നിന്ന് അന്വേഷിക്കുമ്പോൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി അടുത്ത പരിപാടി ഷെൽ കമ്പനികളാണ്. ഈ ഷെൽ കമ്പനി എന്നുള്ള പേര് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഷെല്ലിനുള്ളിലിരിക്കുന്ന ജീവികളുണ്ടല്ലോ, ഇപ്പോൾ ഒച്ചിനെ പോലുള്ള ജീവികൾ,
ഈ ഷെല്ല് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ആ ജീവി ഉണ്ടാവും. പക്ഷേ ഷെൽ കമ്പനി എന്ന് പറഞ്ഞാൽ അതിൽ ഷെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല. അതായത് ഇങ്ങനൊരു കമ്പനി ഉണ്ടാവും, അവർക്ക് പ്രത്യേകിച്ച് ഓപ്പറേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഈ കമ്പനികളെ ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു പണത്തിന് ഈ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്നു. പിന്നെ അവിടെ നിന്നും അവരെ ലാഭമാണെന്ന് പറഞ്ഞത് തിരിച്ച് ഇങ്ങോട്ട് അയക്കും. ശരിക്കും ആ കമ്പനി ഓപ്പറേറ്റ് ചെയ്ത് ലാഭമൊന്നും ഉണ്ടാക്കുന്നുണ്ടാവില്ല, പക്ഷേ അവിടെ നിന്ന് ലാഭം കിട്ടിയെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് അയക്കും. ഇതിനെ റൗണ്ട് ട്രിപ്പ് എന്നും പറയും. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഒരാൾ ഒരു ബിസിനസ് നടത്തുന്നു, അയാൾക്കൊരു 20 കോടി രൂപ ടേൺ ഓവർ കിട്ടി. ഈ 20 കോടിയിൽ 10 കോടി അയാൾ ഇവിടെ വരുമാനമായിട്ട് കാണിച്ചു. ബാക്കി 10 കോടി ഇയാൾ ഒരു ഹവാല ഇടപാടിലൂടെ മറ്റൊരു രാജ്യത്തേക്ക് കടത്തുന്നു. അപ്പോൾ ഹവാലയായിട്ട് നടത്തുമ്പോൾ കമ്മീഷൻ പിടിച്ചിട്ട് ബാക്കി ഒരു 9 കോടി ആ രാജ്യത്തെത്തി. ഇനി അവിടെ അയാളൊരു ഷെൽ കമ്പനി സെറ്റപ്പ് ചെയ്യും. അപ്പോൾ ആ ഷെൽ കമ്പനി സെറ്റപ്പ് ചെയ്യാൻ അയാൾക്ക് ഒരു 50 ലക്ഷം രൂപ ചിലവായെന്ന് വിചാരിക്കുക. ബാക്കി 8.5 കോടി ഉണ്ട്. ഈ 8.5 കോടി ഇയാൾ ചിലപ്പോൾ വേറൊരു രാജ്യത്ത് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അവിടെ വേറൊരു ഷെൽ കമ്പനി തുടങ്ങിയിട്ട് വേറൊരു രാജ്യത്ത് അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ കമ്പനി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു നമ്മുടെ പാരന്റ് കമ്പനി ഉണ്ടല്ലോ, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ കമ്പനിയിലേക്ക് ഈ ഒരു 8 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ പണം വീണ്ടും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം. സോ അത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തിരിച്ചു വരുമ്പോൾ ആ പണം വെളുത്തു. സോ ഇങ്ങനെ ഷെൽ കമ്പനികളിലൂടെ, അത് ഒന്നോ രണ്ടോ കമ്പനിയൊന്നും ആയിരിക്കില്ല, ഒരുപാട് കമ്പനികളിലൂടെയാണ് ഈ ഒരു മണി ലോണ്ടറിങ് നടത്തുന്നത്. അപ്പോൾ അത്രയും ഷെൽ കമ്പനികളിലൂടെ ഈ പണത്തിനെ ഒന്ന് കറക്കി തിരിച്ച് പല ലെയറുകളിലൂടെ കടത്തി കൊണ്ടുവരുമ്പോഴേക്കും ഇതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ തിരിച്ചെത്തുമ്പോൾ വീണ്ടും ഈ പണം വെളുത്തിട്ടുണ്ടാവും. പിന്നെ അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പല അക്കൗണ്ട് ത്രൂ ക്യാഷ് കടത്തി വിടുമ്പോഴും ഈ ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഈ ക്യാഷ് വന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ക്യാഷിനെ തന്നെ അങ്ങ് മാറ്റുക, ഇതിനെ വേറൊരു കമ്മോഡിറ്റി ആയിട്ട് മാറ്റുക. ഇപ്പോൾ ക്യാഷിനെ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ആക്കി മാറ്റുക, അല്ലെങ്കിൽ ഗോൾഡ് ആക്കി മാറ്റുക. അങ്ങനെ ഇതിൻ്റെ കമ്മോഡിറ്റി മാറ്റി 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 കുറേ കഴിയുമ്പോൾ, ഒരു 3-4 ലെയർ കഴിയുമ്പോൾ ഇത് എവിടെ നിന്നാണ് തുടങ്ങിയത്, ഈ പണം എങ്ങനെ ഉണ്ടായ പണമാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റാതെയാവും. അങ്ങനെ കമ്മോഡിറ്റി മാറ്റിയിട്ടും ഈ ലെയറിങ് ചെയ്യാറുണ്ട്. അങ്ങനെ പണം ഉണ്ടാക്കി അതിനെ എക്കണോമിയിലിട്ടു, ഇതിനെ ലെയർ ചെയ്ത് സോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ എത്തിച്ചു. ഇനിയാണ് ഇതിൻ്റെ അവസാനത്തെ സ്റ്റേജ്, ഫൈനൽ ഇൻ്റഗ്രേഷൻ. ഇതിനെ ഇനി വൈറ്റ് മണി ആക്കിയിട്ട് ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദേശ കമ്പനിയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇവരുടെ ഒറിജിനൽ കമ്പനിയിലേക്ക് തന്നെ ഇവർക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി ഈ തിരിച്ചു കിട്ടുന്ന പണം വെച്ചിട്ട് ഇവർക്ക് വലിയ വാല്യൂ ഉള്ള പ്രൊഡക്റ്റുകൾ വാങ്ങാം. അതിപ്പോൾ ആർട്ട് സാധനങ്ങൾ, നല്ല പെയിൻറ്റിങ്ങുകൾ, വില കൂടിയ പെയിൻറ്റിങ്ങുകൾ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ റിയൽ എസ്റ്റേറ്റിൽ വലിയ പ്രോപ്പർട്ടികളായിരിക്കാം. അങ്ങനെ പല രീതിയിൽ ഈ തിരിച്ചു വന്ന പണം ലീഗലായിട്ട് ടാക്സ് അടച്ചിട്ട് ഉപയോഗിച്ച് ഇവരിവിടെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിയിടുന്നു, അല്ലെങ്കിൽ വീണ്ടും ഈ ബിസിനസ്സിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റൗണ്ട് ട്രിപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ 20 കോടിക്കുള്ള ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വന്നേനെ. പക്ഷേ റൗണ്ട് ട്രിപ്പ് ചെയ്യുമ്പോൾ ഈ ഹവാല ഇടപാടിൽ വരുന്ന കമ്മീഷനൊക്കെ ഇവർക്ക് കുറയുള്ളൂ, ബാക്കി തുക മുഴുവൻ ഇവർക്ക് ഈ കമ്പനിയിലേക്ക് തന്നെ വീണ്ടും കിട്ടും. അത് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നും പറഞ്ഞിട്ട് ആ പണം ഇവർക്ക് ഉപയോഗിക്കാനും പറ്റും. സോ ഇങ്ങനെയാണ് പല ലെയറുകളിലൂടെ ഈ മണി ലോണ്ടറിങ് ചെയ്തിട്ട് ഇവർ ഈ പണം വെളുപ്പിച്ച് എടുക്കുന്നത്. സോ കള്ളപ്പണം എന്താണെന്ന് മനസ്സിലായി, ഇതെങ്ങനെയാണ് വെളുപ്പിക്കുന്നതെന്ന് മനസ്സിലായി. നമ്മൾ സാധാരണക്കാർക്ക് ഇതുകൊണ്ട് എന്താ കുഴപ്പം? നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ പണക്കാരുടെ കാര്യങ്ങളാണ്, കോടികളുടെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമ്മുടെ കയ്യിൽ കോടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് പണക്കാരുടെ കാര്യം, അവരായി അവരെ പാടായി. പക്ഷെ അങ്ങനെയല്ല, ഈ കള്ളപ്പണം എക്കണോമിയിലുള്ളത് നമ്മൾ സാധാരണക്കാരെയും ബാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഒരു റോഡുണ്ട്, ആ റോഡ് ടാർ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ടാർ ചെയ്യാത്ത റോട്ടിൽ കൂടെ പോയിട്ട് നിങ്ങളുടെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻ്റ് ആവുന്നുണ്ട്. അങ്ങനെ അത് നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ അഡീഷണൽ ചിലവ് വരുന്നു. ഈ റോട്ടിൽ കൂടെ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് നടുവേനയും അത്തരത്തിൽ കഴുത്തുവേന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഹെൽത്തിനെ നിങ്ങൾക്ക് ബാധിക്കുന്നു. ഇതിൻ്റെ പൊടി അടിച്ചിട്ട് നിങ്ങൾക്ക് അലർജി വരുന്നു. ഈ അലർജി കാരണം നിങ്ങളുടെ ചുമ മാറുന്നില്ല. അങ്ങനെ വീണ്ടും ജോലി അഫക്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നു. സോ അങ്ങനെ ഈ റോഡ് നന്നാക്കാതെ കിടക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നു, നിങ്ങളുടെ വണ്ടിയെ ബാധിക്കുന്നു, നിങ്ങളുടെ വരുമാനത്തിനെയും ചെലവിനെയൊക്കെ ഇത് ബാധിക്കുന്നു. ഈ റോഡ് എന്തുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്? ഇത് ടാർ ചെയ്യണമെന്ന് ഗവൺമെൻറ് പ്ലാൻ ഉണ്ട്, പക്ഷെ അതിനുള്ള ഫണ്ട് ഗവൺമെൻറ് കിട്ടിയില്ല. എന്താ കാരണം? ഗവൺമെൻറ് ഈ ഫണ്ട് കണ്ടെത്താൻ ഉദ്ദേശിച്ച് ഇൻകം ടാക്സിൽ നിന്നാണ്, വലിയ ബിസിനസ്സുകളുടെ ലാഭത്തിൽ നിന്ന് വരുന്ന ടാക്സിൽ നിന്നാണ് ഈ റോഡ് പണിയാനുള്ള ഫണ്ട് ഗവൺമെൻറ് കണ്ടെത്താൻ വെച്ചിരുന്നത്. പക്ഷെ ഇവരെന്ത് ചെയ്തു? ഇവർ ഈ വരുമാനം കുറച്ച് കാണിച്ചു. അവർ ആ ബ്ലാക്ക് മണി ആക്കി മാറ്റിയതുകൊണ്ട് ഇവരിൽ നിന്നും ഗവൺമെൻറ് ടാക്സ് കിട്ടിയില്ല. അങ്ങനെ നമ്മളുടെ ഈ റോഡ് പണിയാൻ പറ്റാത്തതുകൊണ്ട് അത് നമ്മൾ ഒരു സാധാരണക്കാരനെ ഈ രീതിയിലൊക്കെ ബാധിച്ചു. ഇത് റോഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റുകൾക്കൊക്കെ ടാക്സിലൂടെ തന്നെയാണ് വരുമാനം കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ടാക്സ് ആൾക്കാർ കുറച്ച് കാണിക്കുകയാണെങ്കിൽ, വരുമാനം കുറച്ചിട്ട് ടാക്സ് കുറച്ച് അടയ്ക്കുന്നുള്ളൂവെങ്കിൽ ഈ ഫണ്ട് കണ്ടെത്താൻ ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടാവും. അങ്ങനെ നമുക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും ഇവിടെ നടക്കില്ല. ഇത് നമ്മളെ ഇൻഡയറക്റ്റ്ലി ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം പറയാം, നിങ്ങൾക്കൊരു വീട് വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീട് വാങ്ങണം, നിങ്ങളൊരു ഫ്ലാറ്റ് വാങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു പറമ്പ് വാങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ പണി തീർത്തൊരു വീട് വാങ്ങാൻ പോകുന്നു. അപ്പോൾ നിങ്ങളവിടെ ചെല്ലുമ്പോൾ ആ ഏരിയയിലുള്ള വീടുകളും ലാൻഡുകളൊക്കെ വിൽക്കുന്ന ഒരു വിലയുണ്ടാവും. ശരിക്കും അത്രയ്ക്ക് മൂല്യം അവിടെ ഉണ്ടാവില്ല. പക്ഷേ
അവിടെ അടുത്തൊരു കച്ചവടം നടന്നത് സെൻറ്റിന് 5 ലക്ഷത്തിനാണ്. അപ്പോൾ നിങ്ങൾക്കും അതിൽ നിന്നും കുറഞ്ഞൊരു റേറ്റിന് കിട്ടില്ല. പക്ഷേ അതൊരു 3 ലക്ഷത്തിൻ്റെ വാല്യൂ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ നടന്ന കച്ചവടമൊക്കെ 5 ലക്ഷത്തിൻ്റെയാണ്. അതേപോലെ നിങ്ങളൊരു ഫ്ലാറ്റ് വാങ്ങാൻ പോകുന്നു. ഫ്ലാറ്റ് വാങ്ങുമ്പോൾ അവിടെയും പറയുന്നു ഇവിടെ ഞങ്ങൾ 40 ലക്ഷത്തിനാണ് അല്ലെങ്കിൽ 50 ലക്ഷത്തിനാണ് ഫ്ലാറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. 10 ഫ്ലാറ്റ് ഒരുമിച്ച് ഒരാൾ വാങ്ങി, അയാൾ ഒരു 50 ലക്ഷം കൊടുത്തിട്ടാണ് ഫ്ലാറ്റ് എടുത്ത്. അപ്പോൾ നിങ്ങൾക്കും അതിൽ നിന്നും കുറവ് വിലയ്ക്കൊന്നും അവർ തരില്ല. പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ അതൊരു 50 ലക്ഷത്തിനുള്ള ഫ്ലാറ്റൊന്നും ഇല്ല, 40 ലക്ഷത്തിൻ്റെ ഫ്ലാറ്റേ ഉള്ളൂ. പക്ഷേ ഒരു 10 ഫ്ലാറ്റൊക്കെ ആ വിലയ്ക്ക് പോയെങ്കിൽ നമുക്ക് എന്തെങ്കിലും വില കുറച്ച് കിട്ടില്ല. അങ്ങനെ സാധാരണക്കാരന് ഒരു അഫോർഡബിൾ ഹൗസിംഗ് എന്ന രീതിയിൽ നിങ്ങളൊരു വീടോ ഫ്ലാറ്റോ വാങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിലേക്ക് നിങ്ങൾക്കൊരു ഫ്ലാറ്റോ വീടോ കിട്ടുന്നില്ല. എന്താണ് അതിന് കാരണം? അതിന് കാരണം ബാക്കിയുള്ളവർ കൂടുതൽ വില കൊടുത്ത് വാങ്ങിയതുകൊണ്ടാണ്. ഈ ബാക്കിയുള്ളവർ എങ്ങനെയാണ് കൂടുതൽ വില കൊടുത്ത് വാങ്ങിയത്? കാരണം അവരുടെ കയ്യിൽ ബ്ലാക്ക് മണി ഉണ്ടായിരുന്നു. അവർ ശരിക്കും ഇത് വാങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ വില എന്തായാലും മുദ്രപത്രത്തിൽ കാണിച്ചിട്ടുണ്ടാവില്ല. അത് കുറച്ച് എമൗണ്ട് കാണിച്ചിട്ടുണ്ടാവുള്ളൂ, കാരണം ടാക്സ് ഒഴിവാക്കാനെന്നും പറഞ്ഞിട്ട്. പക്ഷേ കൂടുതൽ എമൗണ്ട് അവർ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത എമൗണ്ട് ഇവരുടെ കയ്യിലിരുന്ന് ബ്ലാക്ക് മണിയാണ്. ആ ക്യാഷ് വേറെ എവിടെയും അവർക്ക് ഇതുപോലെ ഇറക്കി വിടാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ 50 ലക്ഷത്തിൻ്റെ ഫ്ലാറ്റിൽ ചിലപ്പോൾ 25 ലക്ഷമായിരിക്കും അക്കൗണ്ടിൽ കൂടെ വന്ന പണം, ബാക്കി 25 ബ്ലാക്ക് മണി ആയിരിക്കും. അതേപോലെ തന്നെ ഈ സ്ഥലത്തിന് 5 ലക്ഷം കൊടുത്ത് മേടിച്ച ആളും മുഴുവൻ എമൗണ്ടും ഇയാളുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തല്ല, ബാക്കി കുറേയൊക്കെ ബ്ലാക്ക് മണി ആയിരിക്കും. പക്ഷേ നിങ്ങൾ ആ പ്രോപ്പർട്ടി വാങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് മണി ഇല്ല. നിങ്ങൾ 50 ലക്ഷം കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഈ 50 ലക്ഷം ലോൺ എടുത്തും നിങ്ങളുടെ സേവിങ്സിൽ നിന്നും കടം വാങ്ങിയൊക്കെ തന്നെ കണ്ടെത്തണം. ഒരു അഫോർഡബിൾ ഹൗസിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണക്കാരന് പറ്റാത്തൊരവസ്ഥ എത്തിയിട്ടുണ്ട്. അടുത്ത പ്രശ്നം ഇൻഫ്ലേഷനാണ്, വിലക്കയറ്റം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ വില കൂടുന്നു, വീടിൻ്റെ വില കൂടുന്നു. അതുപോലെ തന്നെ എല്ലാ കമ്മോഡിറ്റിൻ്റെയും വില ഇതുപോലെ കൂടും. ഒരു പ്രൊഡക്റ്റിൻ്റെ വില കൂടുന്നത് ഇതിന് ഡിമാൻഡ് ഉള്ളപ്പോഴാണ്, അതേപോലെ ആ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്ത ആൾക്കാർ വാങ്ങാൻ തയ്യാറാവുമ്പോഴാണ്. ഇപ്പോൾ ബ്ലാക്ക് മണി ഉള്ള ആൾ, ഇപ്പോൾ ഒരു കൈക്കൂലി വാങ്ങുന്ന ഒരാളുടെ കയ്യിൽ അയാളുടെ മാസ ശമ്പളത്തിനേക്കാളും കൂടുതൽ പണം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ തരത്തിൽ വരുമാനം കുറച്ച് കാണിച്ചിട്ട് പൈസ ലാഭിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ കയ്യിൽ ഇയാൾക്ക് ആ ഒരു ബ്ലാക്ക് മണിയും കൂടെ അയാൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കാശ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഇവർ കൂടുതൽ എമൗണ്ട് കൊടുത്ത് സാധനം വാങ്ങാൻ വില്ലിങ് ആണ്. അപ്പോൾ ഒരു നാട്ടിലൊരു 10 പേരുണ്ട്, അതിൽ 5 പേരും ഇങ്ങനെ വാങ്ങുന്നുണ്ടെങ്കിൽ ബാക്കി 5 പേരും ആ വിലയ്ക്ക് തന്നെ ആ സാധനം വാങ്ങേണ്ടി വരും. അങ്ങനെ ഈ ബ്ലാക്ക് മണി ഉപയോഗിച്ച് പർച്ചേസ് നടത്തുന്ന എല്ലാ കമ്മോഡിറ്റിയുടെയും വില കൂടും. അതുകൊണ്ടാണ് ഇവിടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഈ വിലക്കയറ്റം കൂടുന്നത്. അതിൻ്റെ ഭാരം എത്തുക കറക്റ്റ് കിട്ടുന്ന വരുമാനം വെച്ച് ജീവിച്ചു പോകുന്ന സാധാരണക്കാരൻ്റെ തലയിലാണ്. സോ ഈ കള്ളപ്പണം എന്ന് പറയുന്നത് പണക്കാരുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമായിട്ടാണ് നമ്മൾ കരുതുന്നതെങ്കിലും ഇത് സാധാരണക്കാരനെ നല്ല രീതിയിൽ ബാധിക്കും, നമ്മുടെ എക്കണോമിക്കും ഇത് ദോഷമാണ്. ഇനി ഓർക്കേണ്ട ഒരു കാര്യം, മണി ലോണ്ടറിങ് ചെയ്യരുത്. അത് നിയമപ്രകാരം വലിയ ശിക്ഷ കിട്ടുന്ന ഒരു കുറ്റകൃത്യം തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടുനോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് കിട്ടും. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.